തിരുവചനം തിരുമധുരം എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കും. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അറുതി വാത്സല്യമായ സുധാംനാഥ എന്നൊരു പ്രാവശ്യം കൂടെ കർത്താവ് തന്നെ ജനത്തെ നയിക്കാൻ അങ്ങ് ഒരുക്കുന്നവൻ കൃപക്കായ നദിയോടെ സ്തോത്രം കർത്താവേ. അവരുടെ ജീവിത കാലയളവിൽ കർത്താവേ, എൻ്റെ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ വെറും കേൾവിക്കാരായിട്ടല്ല കർത്താവേ, അതിനെ സ്വീകരിച്ച് ജീവിതത്തിൽ വചനത്തിനൊത്തവണ്ണമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വചനമായ ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു മാറ്റം വരുത്തുവാൻ, വചനത്തിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് പൊരുളുകൾ മനസ്സിലാക്കുമ്പോൾ അപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ തിട്ടപ്പെടുത്താൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഈ സമയത്ത് കർത്താവ് അടികളെ ഓരോരുത്തരെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ജനം അങ്ങയുടെ ദാന കർത്താവെ, അടിയൻ അങ്ങയുടെ വചനം അങ്ങയുടെ ഈ വചനം കർത്താവെ അങ്ങയുടെ ജനത്തിന് എത്തിക്കത്തക്കോണം അടിയനെ ബലപ്പെടുത്തുകയും ശക്തിയെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന മക്കളുടെ ജീവിതങ്ങളിൽ അതിന് മാറ്റം വരുത്തത്തക്കണം, അതിനെ സ്വീകരിക്കത്തക്കണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ ശബ്ദത്തോടുകൊണ്ടോ വാക്കുകളോടോ കണ്ടത്തോടോ ഉണ്ടായ ഒരു പ്രയാസ പ്രതിസന്ധിയിലെ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായ കർത്താവ് ഇന്നത്തെ ശുശ്രൂഷ പൂർത്തീകരിക്കുവാനും നയിക്കുവാനും സഹായിക്കണമെന്ന് ഈ സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ നമ്മുടെ ജീവിത കാലയളവിൽ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ മാത്രമല്ല, ഏത് സഭയായാലും അല്ലെങ്കിൽ ഏത് വിശ്വാസമായാലും ഏത് മതമായാലും അവിടെയൊക്കെ ഉള്ളൊരു കാര്യമാണ് കാഴ്ചകൾ അർപ്പിക്കുക. ഈ കാഴ്ചകൾ ഓരോ മതത്തിനും അതിൻ്റേതായ വ്യത്യസ്തമായ സാഹചര്യങ്ങളും മുഖാന്തരങ്ങളും അല്ലെങ്കിൽ രൂപഭാവവും ഉണ്ട്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ നാം ദേവാലയത്തിൽ കടന്നു പോകുമ്പോൾ കാഴ്ചകൾ സമർപ്പിക്കുവാനുള്ള സാവകാശങ്ങളുണ്ട്. അത് ചിലപ്പോൾ ഒരു ആരാധന മധ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ ഓരോ ദേവാലയങ്ങൾ അതിന് കാഴ്ചപ്പെട്ടികളുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ട്. ഈ കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ അർപ്പിക്കുന്ന വ്യക്തിയുടെ മനോഭാവവും അർപ്പിക്കുന്നതിനുള്ള ആ സാഹചര്യങ്ങളും അങ്ങനെ പല കാര്യങ്ങൾ അതിൽ വന്നു ചേരുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ യഹോവയായ ദൈവം തൻ്റെ ജനത്തിനോട് തൻ്റെ 10 ദൈവത്തിന് വേണ്ടി നൽകുവാൻ പറയുന്നുണ്ടെങ്കിലും ആ ചെയ്യുന്ന പ്രവർത്തനം എപ്രകാരമാണെന്നും യഹോവയായ ദൈവം സൂക്ഷ്മതയോടെ നോക്കുന്നുണ്ട്. നാം ഈ 10 കണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തെക്കാട്ടി കൂടുതൽ അത് സമർപ്പിക്കുന്ന നമ്മുടെ മനോഭാവവും നാം സമർപ്പിക്കുന്നത് എന്താണെന്നും ദൈവം സൂക്ഷ്മമായി നോക്കുന്ന ഒരു കാര്യമാണ്. അത് ആരംഭനാൾ മുതൽ ഉള്ളൊരു കാര്യമാണ്. ലോകം ആരംഭിച്ചപ്പോൾ അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മുതൽ മനുഷ്യൻ ആദ്യമായി ദൈവത്തിന് വേണ്ടി ആ യാഗമായി അർപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെയും നാം ദൈവത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ കാഴ്ച വസ്തുവായിട്ടോ അല്ലെങ്കിൽ കാഴ്ചകളായി സമർപ്പിക്കുമ്പോൾ ആ സമർപ്പിക്കുന്ന മനോഭാവവും സമർപ്പിക്കുന്ന വസ്തുവും സമർപ്പിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെട്ടാണ് ദൈവം അതിനെ സ്വീകരിക്കുന്നത്. അല്ലാതെ മൂല്യം കൂടിയത് കൊണ്ട് ദൈവം അത് സ്വീകരിക്കുകയേ ചെയ്യുമെന്നും മൂല്യം കുറഞ്ഞുകൊണ്ട് അതിന് സ്വീകാര്യമല്ലാത്ത കാര്യമുണ്ടെന്നൊന്നും ദൈവവചനത്തിൽ എങ്ങും പറയുന്നില്ല. അത് പ്രത്യേകിച്ചും കർത്താവിൻ്റെ കാലയളവിൽ നാം വ്യക്തമായി കർത്താവ് ശ്രദ്ധിച്ച് പറയുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. വിധവയുടെ ചില്ലിക്കാശെന്നാണ് അതെപ്പോഴും പറയുന്നത്. പക്ഷെ ആ ചില്ലിക്കാശിൻ്റെ മൂല്യം എത്ര വലുതാണെന്ന് കർത്താവ് തന്നെ അവിടെ പ്രസ്താവിക്കുന്നതുമുണ്ട്. ഇന്ന് പലപ്പോഴും നാം ചിന്തിക്കുമ്പോൾ ഈ കർത്താവ് പറയുന്ന ചില്ലിക്കാശ് അത് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു വകം അല്ലെങ്കിൽ ഭാഗമെന്നാണ് നാം ചിന്തിക്കുന്നത്. നമ്മൾ എത്രമാത്രം കൊടുക്കുന്നു അവിടെ ഉള്ളടങ്ങുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിത സമർപ്പണത്തെ പറ്റിയാണ് യഥാർത്ഥത്തിൽ കർത്താവ് അവിടെ പ്രസ്താവിക്കുന്നത്. ഒരു വ്യക്തി ഒരു കാഴ്ചയായി സമർപ്പിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ സമർപ്പണത്തെയും അവിടെ കർത്താവ് കാണുന്നതായിട്ടാണ് നമ്മളെ മനസ്സിലാക്കുവാൻ ഇടയാക്കുന്നത്.
പ്രകാരം പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാം കൊടുത്തതായിട്ടാണ് കർത്താവ് ആ വിധവയുടെ ചില്ലിക്കാശിനെ പറ്റി പ്രഖ്യാപിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 12:44 ഇപ്രകാരമാണ് പറയുന്നത്: എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു. തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു. അവിടെ തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു. കർത്താവ് ആ വിധവയുടെ അടുത്തല്ല ഇത് ചെയ്യുമ്പോൾ, ദൂരത്ത് ആ ദേവാലയത്തിൽ കടന്നു വന്ന് അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമുക്കറിയാം അന്നത്തെ കാലയളവിൽ അപ്രകാരമുള്ള കൽഭരണികൾ ആ ദേവാലയത്തിൻ്റെ പല സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൽഭരണിക്കുള്ളിൽ പോകുന്ന വിരലിൽ മധ്യത്തിൽ പോലും കാണുവാൻ കഴിയാത്ത വിധമുള്ള ഒരു കാര്യമാണ് ആ വിധവ അവിടെ അർപ്പിച്ചിരിക്കുന്നത്. അതുപോലും കണ്ടെന്നായിട്ടാണ് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അനേകർ സമൃദ്ധിയിലിട്ടു, ഇവളോ അവളുടെ ഉപജീവനം മുഴുവൻ, ഇല്ലായ്മയിൽ നിന്നുള്ള ഉപജീവനം. അതായത് യഥാർത്ഥമായി സ്വയമായി അർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആ വിധവ പ്രവർത്തിച്ചിരിക്കുന്നത്. ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് പൂർണ്ണമായി അർപ്പിക്കുന്ന ഒരു അവസ്ഥ. നമ്മളെപ്പോഴും പല കാര്യങ്ങൾ അർപ്പിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ്. ഞാൻ പരിശ്രമിക്കുന്നെന്ന് പറയുവാൻ കാരണം, നാം പലപ്പോഴും ചിന്തിക്കുന്നത് നാം ദൈവത്തിന് വേണ്ടി എന്തെയോ വലിയ കാര്യങ്ങൾ ചെയ്തെന്നാണ്, അല്ലെങ്കിൽ വലിയ പ്രവർത്തനം ചെയ്തെന്നാണ്. ഒരു സംഭാവന കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭാവനയുടെ വലുപ്പത്തിനൊത്തവണ്ണം നാം ആർക്ക് ആ സംഭാവന ചെയ്യുന്നോ അവർ നമ്മളെ ആദരിച്ചില്ലെങ്കിൽ പിന്നെ അവിടേക്കുള്ള ഒരു സംഭാവനയുടെ ചിന്ത പോലും നമ്മുടെ മനസ്സിൽ ഉദിക്കാറില്ല. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നമുക്ക് ഇപ്രകാരം ഒരു സംഭാവന നൽകുവാൻ കഴിയാൻ ഇടയാക്കിയത് ആരാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഞാനും നിങ്ങളും ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹത്തിൻ്റെ ഒരു അംശം മാത്രമാണ് നാം ദൈവത്തിന് വേണ്ടി നൽകുവാൻ പരിശ്രമിക്കുന്നത്. എവിടെ എന്നിട്ട് പോലും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കേൾക്കുവാൻ ഇടയാകും. ഞാൻ ഇത്രമാത്രം എൻ്റെ സഭയ്ക്കോ ശുശ്രൂഷയ്ക്കോ ചെയ്തു, പക്ഷെ അത് നയിക്കുന്നവർക്ക് എന്നോടൊരു സ്നേഹമില്ലെന്നൊക്കെയാണ് പറയുന്നത്. ജനത്തിൻ്റെ വ്യക്തികളുടെ പ്രീതി ലഭ്യമാകുവാൻ വേണ്ടിയാണോ നാം ഇപ്രകാരം ഈ സംഭാവനകൾ അല്ലെങ്കിൽ കാഴ്ചകൾ അർപ്പിക്കുന്നതെന്നൊന്ന് ചിന്തിക്കും. നമ്മുടെ കാഴ്ചകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സുഗന്ധധൂപമായി തീരുന്ന ഒരു ആരാധനയായി മാറണമെങ്കിൽ നാം ചെയ്യുന്നത് അപ്രകാരമുള്ള പ്രവർത്തനമായി തീരണം. മർക്കോസിൻ്റെ സുവിശേഷം മുമ്പോട്ട് വായിക്കുമ്പോൾ 41 തൊട്ട് 43 വരെ വായിക്കുമ്പോൾ, പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിനു നേരെ ഇരിക്കുമ്പോൾ ജനങ്ങൾ ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും ധാരാളം ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് തുല്യമായ 2 നാണയങ്ങൾ ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞത്, ഭണ്ഡാരത്തിൽ മറ്റുള്ളവരെക്കാൾ ഇട്ടതിനേക്കാൾ അധികം ഈ ദരിദ്രയായ വിധവ ഇട്ടിരിക്കുന്നുവെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം. പലപ്പോഴും അനേകർ ഈ വചനം ഉപയുക്തമാക്കി, അത് സഭകളായാലും ശുശ്രൂഷകളായാലും ഇപ്രകാരമുള്ള ആത്മീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അനേകർ ഈ വചനം ഉപയുക്തമാക്കി എപ്രകാരം ജനത്തിൻ്റെ കരങ്ങളിലുള്ള സാമ്പത്തികം തൻ്റെ കരങ്ങളിലേക്ക് ആക്കുവാനുള്ള ചിന്തകളിലേക്കാണ് ജനത്തെ നയിക്കുക. ഇവിടെ നാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം.
കർത്താവ് കൂടുതൽ കൊടുത്തോ കുറച്ച് കൊടുത്തോ എന്നൊന്നും അതിൻ്റെ അനുഗ്രഹങ്ങളോ മറ്റു കാര്യങ്ങളെ പറ്റി ഒന്നും പ്രസ്താവിക്കുന്നില്ല. ഒരു വിമർശനവുമില്ല. അവിടെ വിമർശനത്തെക്കാട്ടി കൂടുതൽ ആ ദരിദ്രയായ വിധവ തൻ്റെ സമ്പാദ്യം അല്ലെങ്കിൽ തൻ്റെ എല്ലാം കൊടുത്തതിനെ പറ്റി ഒരു പരാമർശം മാത്രമേ ഉള്ളൂ. അതിന് കാരണം അവര് ആ കാഴ്ച ഒരു ആരാധനയായിട്ടാണ്, ദൈവത്തിനുള്ള ഒരു ആരാധനയായിട്ടാണ് കണ്ടത്. അവർക്ക് ചെയ്യുവാൻ കഴിയുന്നത്, ഒരു ആരാധനയായി സമർപ്പിക്കുവാൻ കഴിയുന്നത് അതുമാത്രമേ ഉള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും അവരുടെ കരങ്ങളിലില്ല. മറ്റു താലന്തുകൾ കാണുകയില്ല. ആ ദരിദ്ര സ്ത്രീ അവിടെ കടന്നു വന്ന് ദൈവസന്നദ്ധിയിൽ കടന്നു വരുമ്പോൾ, എനിക്ക് ദൈവത്തിന് ആരാധനയായി അർപ്പിക്കുവാൻ എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ കരങ്ങളിൽ ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാഴ്ചകൾ ദൈവസന്നദ്ധിയിൽ ആരാധനയായി ഉയരണമെങ്കിൽ, ദൈവത്തിന് സുഗന്ധധൂപമായി തീരണമെങ്കിൽ, നമ്മുടെ മനോഭാവത്തിനൊത്തവണ്ണമാണ് ദൈവം അത് സ്വീകരിക്കുന്നത്. മറ്റുള്ളവർ ധാരാളത്തിൽ സമൃദ്ധിയിൽ അവര് അവിടെ ഇട്ടു. പക്ഷേ ഈ മകളോ, അവളുടെ ജീവിതത്തിൻ്റെ എല്ലാം യഥാർത്ഥത്തിൽ പൂർണ്ണമായൊരു സമർപ്പണമാണ് കാണുന്നത് അവിടെ. ദൈവത്തിന് വേണ്ടി പൂർണ്ണമായ ആ 2 നാണയമല്ല, അവളുടെ ജീവിതത്തെയാണ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയായിരിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ് എങ്ങനെ ആയിരിക്കും നമുക്ക് അതിനെപ്പറ്റി ഒരു ഭാരവുമില്ല. എൻ്റെ കരങ്ങളിൽ ഇത്രമാത്രമുണ്ട്, ഞാനിത് ദൈവത്തിന് സുഗന്ധധൂപമായി അർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നാളെയെപ്പറ്റി ഒരു ലെവലേഷൻ ചിന്തയില്ലെന്നുള്ള ഗാനത്തിൻ്റെ അർത്ഥം ഇതാണ്. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തേക്ക് നാം ഉയരണം. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ദൈവത്തിന് സുഗന്ധധൂപമായുള്ള ആരാധനയായി തീരത്തക്കണം, നമ്മെ സമർപ്പിക്കുന്നതായി തീരണം. അപ്രകാരം തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നന്മകൾ നമുക്ക് രുചിച്ചറിയുവാൻ ഇടയാകുന്നത്. 2 കൊരിന്ത്യർ 9:7 ഇപ്രകാരമാണ് പറയുന്നത്: അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നമ്മൾ പലപ്പോഴും അനേകർ ഇപ്രകാരം സഭകളിലോ ശുശ്രൂഷകളിലോ ഒക്കെ ഭവനത്തിൽ ഒരു സംഭാവനയ്ക്ക് കടന്നു വരുമ്പോൾ, എങ്ങനെയായാലും ഇത് കൊടുത്തപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോട്ടെ, അങ്ങനെയുള്ള മനോഭാവത്തോടെയാണ് അനേകർ കൊടുക്കുന്നത്. അതിനു പകരം നിന്നാൽ കഴിയുന്നത് സന്തോഷത്തോടെ, ദൈവമേ ഇത് നിന്റെ സന്നിധിയിൽ ഞാനൊരു കാഴ്ചയായി അർപ്പിക്കുകയാണ്, സുഗന്ധധൂപമായി തീരുവാൻ എന്നാൽ കഴിയുന്നത് ഞാനിതാ ചെയ്യുന്നു, നീ ഇത് സ്വീകരിച്ചുവാലും എന്ന മനോഭാവത്തോടെ നൽകുവാൻ കഴിയുന്നുണ്ടോ? അതോ ഇവർ കടന്നു വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുള്ള പ്രവൃത്തിയിലാണോ നാം ചെയ്യുന്നത്? വ്യക്തമായി പറയുന്നത്, ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധ ബുദ്ധിയാലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഹൃദയത്തിൽ നിശ്ചയിക്കുക എന്ന് പറയുമ്പോൾ, നമ്മുടെയൊക്കെ എല്ലാവരും ഒരാൾ കടന്നു വരുമ്പോൾ, ഒരു സംഭാവനയായാലും അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം കേൾക്കുമ്പോൾ, നാം ഹൃദയത്തിൽ പലപ്പോഴും ഇത് ചെയ്യണമെന്ന് സന്തോഷത്തോടെ നിശ്ചയിക്കുക. അല്ലാതെ ഇവർ വന്നാ ഇതെങ്കിലും ചെയ്യണമല്ലോ എന്നുള്ള ചിന്തയിലല്ല, സന്തോഷത്തോടെ നാം അത് തീരുമാനിക്കണം. അത് സന്തോഷത്തോടെ തീരുമാനിക്കുമ്പോൾ അവിടെ തന്നെ ദൈവം നിന്റെ നേർച്ച സ്വീകരിച്ചു കഴിയുന്നു. അതിനു പകരം ഇവർ വന്ന് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ചെയ്താൽ അത് ഒരിക്കലും സ്വീകാര്യമായ ഒരു നേർച്ചയായി വരില്ല. നാം നൽകുന്ന നേർച്ച, കാഴ്ചകൾ ദൈവത്തെ സന്നിധിയിൽ അത് സ്വീകാര്യമാകണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം അപ്രകാരമായി തീരണം. അതുകൊണ്ട് അവിടെ പറയുന്നത്, നിർബന്ധത്താൽ അരുത്. മറ്റുള്ളവർ ഇത്രയും ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്യട്ടെ. അവൻ 10,000 കൊടുത്തു, അപ്പോൾ ഞാൻ അതിന് അല്പമെങ്കിലും മേളി കൊടുത്തിരിക്കണം. നമുക്കറിയാം പലപ്പോഴും ഇതൊക്കെ അവൾക്ക് ഞാൻ ഇത്രയും കൊടുത്തു അത്രയും കൊടുത്തു എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇത് നമ്മുടെ നാവിൽ നിന്ന് വരുന്നതോടെ അതിൻ്റെ മൂല്യം ശൂന്യമായി തീർന്നു. ദൈവസന്നദ്ധയിൽ ദൈവത്തിന് കൊടുക്കുന്നത് നമ്മുടെ നാവിൽ നിന്ന്
ഒരിക്കലും ഉരിയാടുവാൻ ഇടയാകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ നേർച്ചയ്ക്കും ആ കാഴ്ചകൾക്കും ഒരു അനുഗ്രഹമല്ല, ഒന്നിനും ഒരു നന്മയ്ക്കായി ഭവിക്കുകയില്ല. ചെയ്യുന്നത് സന്തോഷത്തോടെ, ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നുള്ള സന്തോഷം. ദൈവമേ, എനിക്ക് നീ ഇത് ചെയ്യാൻ തന്ന നന്മകൾക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് ആ കാഴ്ചകൾ അർപ്പിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ യഥാർത്ഥമായൊരു സുഗന്ധധൂപമായി മാറും. ആവർത്തന പുസ്തകം 15:10 ഇപ്രകാരമാണ് ഇസ്രായേൽ മക്കളോട് പറയുന്നത്: നീ അവന് തീർച്ചയായും കൊടുക്കണം. നീ അവന് തീർച്ചയായും കൊടുക്കണം. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളിലും നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നങ്ങളിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. ആ 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അന്നത്തെ കാലയളവിൽ 7 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇളവ് കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് 7-ാം ആണ്ടിൽ ചെയ്യേണ്ടത്. അപ്പോൾ യഹോവയായ ദൈവം മനുഷ്യ മനസ്സിനെയും മനുഷ്യ ചിന്തകളെയും വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് ഒരാൾക്ക് വായ്പ നീ 7-ാം ആണ്ട് അടുത്തെന്ന് പറഞ്ഞ കൊണ്ട്, അതായത് ഇത് 6-ാം ആണ്ടിൻ്റെ അവസാന നാളിൽ വരുമ്പോൾ ഒരാൾക്ക് വായ്പ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നന്മ ചെയ്യുവാൻ നീ മടിച്ചു നിൽക്കും. കാരണം എന്താണെന്നറിയാമോ? ചിലപ്പോൾ അത് എഴുതി തള്ളേണ്ടി വരും. 7-ാം ആണ്ടിൽ ഇങ്ങനെ പല കാര്യങ്ങളും യഹോവയായ ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്. നീ ആ സാഹചര്യം അനുസരിച്ച് അവരുടെ വായ്പ എഴുതി മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ മറന്നു കളയേണ്ടി വരും, ഇളവ് കൊടുക്കേണ്ടി വരും. അപ്പോൾ 7-ാം ആണ്ടിന് അടുത്ത് വരുമ്പോൾ പലരും ആർക്കും അപ്രകാരം ഒന്നും ചെയ്യാൻ പരിശ്രമിക്കാറില്ലാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് മനുഷ്യനെ വ്യക്തമായി അറിയുന്ന യഹോവയായ ദൈവം ഇത് പറയുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ വാക്യങ്ങൾക്ക് മുൻപ് പറയുന്നുണ്ട്, 7-ാം ആണ്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കുവാൻ നീരസം കാണിക്കരുത്. കാരണം അപ്രകാരം നീരസം കാണിച്ചാൽ അതൊരിക്കലും നിനക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തിരികില്ല. ഇവിടെ പറയുന്നത് നീ അവന് തീർച്ചയായും കൊടുക്കണം. 7-ാം ആണ്ട് വരുന്നെന്ന് പറഞ്ഞ് നീ കൊടുക്കാതിരിക്കല്, നീ തീർച്ചയായും കൊടുക്കണം. അതും കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുതെന്ന് പറയുവാൻ ഇടയാകുന്നത്, ഇവന് കൊടുത്താൽ ഇനി അടുത്ത ആണ്ടിൽ ഇത് എഴുതി തള്ളേണ്ടി വന്നാലോ, അല്ലെങ്കിൽ ഇത് ഇത്രയും കുറയ്ക്കേണ്ടി വന്നാലോ, അങ്ങനെ ഒരു മനോഭാവത്തോട് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരർത്ഥവുമില്ല. അതുമാത്രമല്ല, നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളും സകല പ്രയത്നങ്ങളിലും അത് നിമിത്തം അനുഗ്രഹിക്കുക. എപ്പോഴാണ്? വ്യസനമില്ലാതെ സന്തോഷത്തോടെ നാം നമ്മുടെ സഹോദരന്മാരെയോ മറ്റോ വേദനയുടെ മധ്യത്തിൽ കടന്നു പോകുന്നവരെ അവർക്ക് വേണ്ടിയ സഹായഹസ്തം അർപ്പിക്കുമ്പോൾ, ഇന്ന് നമ്മൾ പലരും സാമ്പത്തികമുള്ളവർക്ക് ഒരു പ്രതിസന്ധി വന്നാൽ അവരെ ഒന്ന് സഹായഹസ്തം എത്തിക്കുവാൻ പരിശ്രമിക്കും. അതേ സാമ്പത്തിക നിരയുടെ താഴെയുള്ളവർക്ക് അതെത്തിക്കാൻ പരിശ്രമിക്കാറില്ല. കാരണം അവർക്ക് കൊടുത്താൽ കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് തിരിച്ചാണ്. പക്ഷെ അതാരും ചിന്തിക്കാറില്ല. കാരണം എല്ലായിടത്തും ഓരോ വ്യക്തികളുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാവരും. പക്ഷെ ദൈവം ഇവിടെ ആവർത്തന പുസ്തകത്തിൽ തൻ്റെ ജനത്തോട് പറയുന്ന സ്റ്റാറ്റസ് നോക്കി പ്രവർത്തിക്കുവാനല്ല പറയുന്നത്, ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുവാനാണ്. ആ വ്യക്തിയുടെ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാനാണ് പറയുന്നത്. അവൻ കടന്നു പോകുന്ന വേദനയുടെ താഴ്വരയിലേക്ക് കടന്നുചെല്ലാനാണ് പറയുന്നത്. അതുതന്നെയാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഈ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ തന്നെയാണ് കർത്താവ് പുതിയ നിയമത്തിലും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അത് ഇന്ന് ഉൾക്കൊള്ളുവാൻ എത്രമാത്രം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കർത്താവ് പറയുന്നുണ്ട് അപ്രകാരം ഒരു കാര്യം. പക്ഷേ ആ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം നമ്മുടെ മനസ്സിനെ തിട്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. നമുക്കറിയാം, ഏറ്റവും ആദ്യം കാഴ്ചകൾ അർപ്പിച്ച കയനും ഹാബേലുമാണ്. അതിൽ കയനോട് യഹോവയായ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4:6-7. യഹോവ കയനോട്
നീ കോപിക്കുന്നത് എന്തിന്? നീ കോപിക്കുന്നത് എന്തിന്? എന്തുകൊണ്ട് നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? എന്തുകൊണ്ട് നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു? നീ നല്ലത് ചെയ്യുന്നുവെങ്കിൽ നീ സ്വീകരിക്കപ്പെടുകയില്ലയോ? നീ നന്മ ചെയ്യുന്നെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ലയോ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ? നീ നല്ലത് ചെയ്യുന്നില്ലെങ്കിലോ? പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, പാപം നിന്റെ വാതിക്കൽ കടക്കും. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. നീ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. നമുക്കറിയാം, കേനും ആബേലും തൻ്റെ ആദ്യ ഫലമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് യാഗമായി അർപ്പിക്കുമ്പോൾ ആബേലിൻ്റെ യാഗം യഹോവയായ ദൈവം സ്വീകരിക്കുകയും കേൻ്റെ യാഗം ദൈവം സ്വീകരിക്കാതിരിക്കും. കാരണം അവിടെ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ആബേൽ തൻ്റെ ഏറ്റവും മേന്മയറിയാതെ ഏറ്റവും നല്ലതാണ് ദൈവത്തിന് സമർപ്പിച്ചത്. കേനോ തൻ്റെ ഒരു ഭാഗത്തിലൊന്ന് കൊണ്ട് സമർപ്പിച്ചു. അതാണ് നമ്മുടെ സമർപ്പണം. ദൈവത്തിന് നമ്മൾ കാഴ്ചകൾ സമർപ്പിക്കുമ്പോൾ അർപ്പിക്കുമ്പോൾ അത് ആരാധനയായി മാറണമെങ്കിൽ നമ്മുടെ മനോഭാവമാണ് അവിടെ ദൈവം നോക്കുന്നത്. ആ വിധവയായ സ്ത്രീ അവളുടെ എല്ലാം അവിടെ നൽകിയില്ലെങ്കിൽ ആരും ചോദ്യം ചെയ്യാറില്ല, ചോദ്യം ചെയ്യുകയുമില്ല. എന്തുകൊണ്ട് നീ കൊടുത്തില്ലെന്ന് ആരും ചോദിക്കുകയില്ല. എങ്കിലും ദൈവസന്നിധി വരുമ്പോൾ ഒരു പൂർണ്ണ മനസ്സോടെ തന്നെത്താൻ സമർപ്പിക്കുവാൻ അർപ്പിക്കുവാനുള്ള മനസ്സോടെയാണ് അവൾ കടന്നു വന്നത്. അവളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനായിരിക്കും മുഖാന്തരം ഒരുക്കിയത്. കാരണം ഇത് കണ്ട കർത്താവ് പറയുന്നത് എന്താണ്? മറ്റുള്ളവർ സമൃദ്ധിയിൽ കൊടുത്തു, ഇവളോ അവളുടെ ഇല്ലായ്മയിൽ ഉള്ള ഉപജീവനം മുഴുവൻ കൊടുത്തു. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ സമ്പത്ത് മാത്രമല്ല ദൈവം ആദരിക്കുന്നത്, നമ്മുടെ സമയവും നമ്മുടെ സൗകര്യവും നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളാൽ നൽകിയിരിക്കുന്ന ആരോഗ്യമൊക്കെ ദൈവത്തിന് ആവശ്യമുണ്ട്. സമ്പത്ത് ആർക്കും തൻ്റെ ഒരു ഭാഗമെടുത്ത് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയും. പക്ഷെ ദൈവത്തിന് നമ്മയാണ് ആവശ്യം. നമ്മുടെ സമർപ്പണമാണ്, നമ്മുടെ അർപ്പണമാണ് ദൈവത്തിന് ആവശ്യം. ഉപാധിയില്ലാത്ത അർപ്പണം, ദൈവത്തിന് സുഗന്ധതൂകുമായി തീരത്തക്കമുള്ള ഒരു ആരാധനയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്രകാരം നമ്മളെ സമർപ്പിക്കുവാൻ കഴിയുമോ? അപ്രകാരം ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഉയർത്തുവാൻ കഴിയുമോ? ഏറ്റവും അവസാനം മത്തായിയുടെ സുവിശേഷം 6:33 ഇപ്രകാരമാണ് പറയുന്നത്: മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ലഭിക്കും. നാം ലോകത്തിൻ്റെ മുൻപാകെ സമ്പത്തിനായി മറ്റ് സൗകര്യത്തിനായി ഓടുമ്പോൾ കർത്താവ് തൻ്റെ ജനത്തോട് മുമ്പേ നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. അതന്വേഷിക്കണമെങ്കിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കണം. നമ്മുടെ സാവകാശം, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. അപ്രകാരം നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരു ആരാധനയ്ക്കായി നമ്മെ ഒരുക്കുമ്പോൾ, ദൈവം എൻ്റെ ജീവിതം നിനക്ക് ആരാധന, നിൻ്റെ സന്നിധിയിൽ ഒരു ആരാധനയായി തീരത്തക്കോണം എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നെന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ അടുത്ത് ഉപയോഗിക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ വഴി നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമ്മൾ അനേക കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ടായിരിക്കും, പലവിധമായ കാര്യങ്ങളിൽ നാം സംബന്ധിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവയൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കണം. ഈ അനുഗ്രഹങ്ങൾ മോഹിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും കിട്ടുകയില്ല. എങ്കിലോ ദൈവസന്നിധിയിൽ ഒരു ആരാധനയായ ഒരു സമർപ്പണമായി ദൈവത്തിന് കാഴ്ചകൾ അർപ്പിക്കുമ്പോൾ അത് ദൈവം ഏറ്റെടുക്കുക മാത്രമല്ല, നമ്മുടെ കൈവേലകളെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുന്ന് കർത്താവ്, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ആയുസ്സായാലും ഞങ്ങളുടെ ആരോഗ്യമായാലും ഞങ്ങളുടെ സമ്പത്തായാലും അതൊക്കെ കർത്താവേ അങ്ങയുടെ സ്ഥലം ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കർത്താവ് സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ അത് സമർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ സ്ഥലയിൽ അത് സുഗന്ധതവുമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങളോട് ക്ഷമിച്ച കർത്താവേ, പുതിയ ദർശനത്തോടെ നിന്റെ സന്നിധിയിൽ പ്രവർത്തിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ ഇടയാക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.